പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. ഇന്ന് മെയ് 23 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ആരോഗ്യ മൈത്രി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്യൂബ്, ഇതിനെക്കുറിച്ച് കഴിഞ്ഞ 2-3 കറണ്ട് അഫേഴ്സിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഇന്നലത്തെ പത്രത്തിൽ വന്നിട്ടുള്ള മറ്റൊരു കാര്യം, അതായത് ആരോഗ്യ മൈത്രി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്യൂബ് ഇത് എത്ര സമയം കൊണ്ട് ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കും, എത്ര സമയം കൊണ്ട് ഇതിനെ വിന്യസിക്കാൻ സാധിക്കും, ഇതാണ് ഇതിന്റെ ഉത്തരമാണ് 12 മിനിറ്റ്. അപ്പോൾ ആരോഗ്യ മൈത്രി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്യൂബ് ഇത് എന്താണ്? ഡിഫൻസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ യുദ്ധം അതുപോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റൽ സജ്ജീകരിക്കുക, കാഷ്വാലിറ്റീസിന് ഏറ്റവും വേഗത്തിൽ ചികിത്സ നൽകുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള ഹോസ്പിറ്റൽസ് ഇതൊരു ക്യൂബാണിത്. ഏതാണ്ട് 200ഓളം കാഷ്വാലിറ്റീസിന് ചികിത്സിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ആരോഗ്യ മൈത്രി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്യൂബ് ആണ് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ളത്, തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ക്യൂബുകൾ എയർ ഡ്രോപ്പ് വഴി വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷണം കഴിഞ്ഞ ആഴ്ച ആഗ്രയിലായിരുന്നു. ഇന്ത്യൻ എയർഫോഴ്സ് ആണ് ഈ ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ പ്രാവശ്യം നൽകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ജേഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇന്നത്തെ മറ്റു കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 39. വേൾഡ് എക്കണോമിക് ഫോറം ഈയടുത്ത് പുറത്തിറക്കിയിട്ടുള്ള ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് ഇൻഡെക്സ് സൂചിക പ്രകാരം ഇന്ത്യയുടെ റാങ്ക് 119 രാഷ്ട്രങ്ങൾ വെച്ച് 39ാമത്തെ രാഷ്ട്രമാണ്. അതായത് ട്രാവൽ ആൻഡ് ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ്സും അതിനെ പ്രോത്സാഹനം നൽകുന്ന ഒരു രാജ്യം എന്ന് പറയുമ്പോൾ 119 രാജ്യങ്ങളിൽ ഇപ്പോൾ ഇന്ത്യ 39ാമത്തെയാണ്. അതോടൊപ്പം തന്നെ ദക്ഷിണേഷ്യയിലാണെങ്കിൽ 1ാം സ്ഥാനത്താണ്. ഇപ്പൊ 119 രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന രാജ്യമാണ് USA, തൊട്ടു താഴെ വരുന്ന രാജ്യമാണ് സ്പെയിൻ, അത് കഴിഞ്ഞാൽ ജപ്പാൻ, ഫ്രാൻസ്, ഓസ്ട്രേലിയ, ജർമ്മനി, UK, ചൈന, ഇറ്റലി, സ്വിറ്റ്സർലാൻഡ്. ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്, ഈ ഒരു ഇൻഡെക്സ് തയ്യാറാക്കിയിട്ടുള്ളത് വേൾഡ് എക്കണോമിക് ഫോറം ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് സർവേ ആണ്. ഇതിനു മുമ്പത്തെ ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡെക്സ് പുറത്തിറക്കിയിട്ടുള്ളത് 2022 ഇപ്പൊ 2 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഒരു ഇൻഡെക്സ് സൂചിക പുറത്തിറക്കിയിട്ടുള്ളത്. 2024 മെയ് 22 ഇന്ത്യയുടെ സൈബർ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി ഡിഫൻസ് സൈബർ ഏജൻസി നടത്തിയ പരിശീലനത്തിന്റെ പേരെന്താണ്? സൈബർ സുരക്ഷ വ്യായാമം 2024. എക്സസൈസ് സൈബർ സുരക്ഷ ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് നടത്തിയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. നമുക്കെല്ലാവർക്കും അറിയാം, സൈബർ സെക്യൂരിറ്റിയായി ബന്ധപ്പെട്ട് രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു സമയമാണ്. ബിസിനസിനെയും ഡിഫൻസിനെയും എവിടെയും ഹാക്കേഴ്സിന്റെ അറ്റാക്ക്, ഇതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നാണ് സൈബർ സെക്യൂരിറ്റിയെ ബന്ധപ്പെട്ട് സൈബർ സുരക്ഷ 2024 എന്ന പേരിൽ ഒരു എക്സസൈസ് ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് നടത്തിയിട്ടുള്ളത്. ഈ ഒരു എക്സസൈസിൽ പങ്കെടുത്ത വ്യക്തിയാണ് ഇപ്പോഴത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ. ഇപ്പോഴത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആണ് ജനറൽ അനിൽ ചൗഹാൻ. ഇദ്ദേഹം 2ാമത്തെ ഇന്ത്യയുടെ CDS ആണ്. ഇതിനു മുമ്പത്തെ CDS ആയിരുന്നു ജനറൽ ബിപിൻ റാവത്ത്. അദ്ദേഹം ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ജനറൽ അനിൽ ചൗഹാൻ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. ഭൂമിയുടെ ധ്രുവ പ്രദേശത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു പ്രിഫയർ ദൗത്യം ആരംഭിക്കാൻ തയ്യാറെടുക്കുന്ന ബഹിരാകാശ ഏജൻസി ഏതാണ്? നാസ. നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ നാസ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ആർട്ടിക് അന്റാർട്ടിക്ക പ്രദേശങ്ങളിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന ചൂട്, ആ ചൂടിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി അത് എങ്ങനെയാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു പരീക്ഷണം, എന്നതിനെക്കുറിച്ചുള്ള ഒരു മിഷൻ ആണ്. അന്വേഷണ ഭാഗമായിട്ടാണ് പ്രിഫയർ എന്ന ഒരു മിഷൻ ആരംഭിച്ചിട്ടുള്ളത്. പ്രിഫയർ എന്നാൽ പോളാർ റേഡിയന്റ് എനർജി ഇൻ ദി ഫാർ ഇൻഫ്രാറെഡ് എക്സ്പെരിമെന്റ്. ഈ കഴിഞ്ഞ മെയ് 22, അതായത് ഇന്നലെയാണ് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ നാസ ഇത്തരത്തിലുള്ള പ്രിഫയർ എന്ന മിഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ സാറ്റലൈറ്റ്സ് ആണ് ഇത്തരത്തിലുള്ള ഈ ചൂട് എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള പഠനം നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രിഫയർ എന്ന മിഷൻ ആരംഭിച്ചിട്ടുള്ളത്. പാലസ്തീൻ ഈയിടെ രാജ്യപദവി നൽകിയ യൂറോപ്യൻ രാജ്യം നോർവേ, അയർലാൻഡ്, സ്പെയിൻ. ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ ഫ്രണ്ട് പേജിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് നോർവേ, അയർലൻഡ്, സ്പെയിൻ
ഈ 3 രാജ്യങ്ങൾ പാലസ്തീനെ ഒരു രാജ്യമായിട്ട് അംഗീകരിച്ചിരിക്കുന്ന കാര്യം. വരാൻ പോകുന്ന മെയ് 28 തീയതി ഇത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുമെന്നാണ് നോർവേ, അയർലൻഡ്, സ്പെയിൻ അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഒക്ടോബർ 7 തീയതിയാണ് ഇസ്രായേൽ ഗാസ യുദ്ധം ആരംഭിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ ഇസ്രായേൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള റഫ എന്ന സ്ഥലം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നോർവേ, അയർലൻഡ്, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരു നീക്കം എടുത്തിട്ടുള്ളത്. ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു വലിയൊരു തീരുമാനം എന്ന് തന്നെ പറയാൻ സാധിക്കും. യുഎസും അതുപോലെ തന്നെ ഇസ്രായേൽ ഈ ഒരു നീക്കത്തെ എതിർക്കുകയും ഇസ്രായേൽ ഈ 3 രാജ്യങ്ങളിലെ അംബാസഡർമാരെ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ മെയ് 22 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ഏത് നേതാവിന്റെ സ്മരണയ്ക്കായി വർഷം തോറും മെയ് 21 ദേശീയ തീവ്രവാദ വിരുദ്ധ ദിനം ആചരിക്കുന്നു? ഇതിന്റെ ഉത്തരം രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധി 1991 മെയ് 21 തീയതിയാണ് അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ സ്മരണക്കായിട്ടാണ് നാഷണൽ ആന്റി ടെററിസം ഡേ ആയിട്ട് ആചരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 39. 2024 മെയ് 22 ഇന്ത്യയുടെ സൈബർ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി ഡിഫൻസ് സൈബർ ഏജൻസി നടത്തിയ പരിശീലനത്തിന്റെ പേരെന്താണ്? സൈബർ സുരക്ഷാ വ്യായാമം 2024. ആരോഗ്യ മൈത്രി ദുരന്ത നിവാരണ ക്യൂബ് എത്ര വേഗത്തിൽ വിന്യസിക്കാനാകും? 12 മിനിറ്റ്. ഭൂമിയുടെ ധ്രുവപ്രദേശത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു പ്രിഫയർ ദൗത്യം ആരംഭിക്കാൻ തയ്യാറെടുക്കുന്ന ബഹിരാകാശ ഏജൻസി ഏതാണ്? നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. പാലസ്തീന് ഈയിടെ രാജ്യപദവി നൽകിയ യൂറോപ്യൻ രാജ്യം? നോർവേ, അയർലാൻഡ്, സ്പെയിൻ. ഇന്ന് മെയ് 23 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ജെ തോംസണിനെ 1906 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഏത് കണിക കണ്ടുപിടിച്ചതിനാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അറിയുന്നതിനുള്ള ആകാംക്ഷയാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. അത് നമ്മുടെ എപ്പോഴും ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമിനും എവിടെയും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.